ഞങ്ങൾ ഇവരിങ്ങനെ ചോദിച്ചാലും മറുപടി ചെയ്തു. ഞാൻ പറയണതരോ ബ്ലോക്ക് മെമ്പർ ആണ് ഞങ്ങൾ ബ്ലോക്കാണ്. അത് ഒന്ന് MK കുഞ്ഞി മുഹമ്മദ്, ഒന്ന് മുഹമ്മദ് കുഞ്ഞി, ഒന്ന് K അദ്റൂഫ്, ഒന്ന് സുക്കൂർ, ഒന്ന് ജലീൽ. ഈ 5 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 5 സ്ഥാനാർത്ഥികൾ ഞങ്ങളെ നയം, ജീക്കൻ്റെ നയം, കീവറമ്പ് പ്രദേശത്തിന് ആരെന്ത് ഉപകാരം ചെയ്യണോ ഓലപ്പം നിൽക്കും. വാർഡിക്ക് നിങ്ങൾക്ക് തോന്നണേ എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ള വ്യക്തികളെ നോക്കി ചെയ്യാം. ബ്ലോക്കിൽ ഞങ്ങൾ ആവശ്യം കീവറമ്പ് പഞ്ചായത്തിന് ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം ഉണ്ട്. അതൊന്ന് വിപുലീകരിക്കാൻ വേണ്ടി ഒരു 3 സെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് നിങ്ങൾ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു സമയത്ത് ചൂഷണം ചെയ്യല്ല. 1 ലക്ഷമാണ് അവിടെ വിലാശെങ്കിൽ 2 ലക്ഷം കൊടുത്ത് അവർക്ക് 2-3 സെൻറ്റ് സ്ഥലം. അതുകൊണ്ട് ബ്ലോക്കിൽ തന്നെ ഈ മെമ്പറായപ്പം ഉണ്ടാക്കിയൊരു കുളമുണ്ട്. ആ കുളത്തേക്ക് നമ്മക്കാർക്കും ഇറങ്ങാനുള്ള അവകാശമില്ല. കാരണം അതിലൊരു വഴിയില്ല, ഒരു പൊതു വഴിയില്ല. ആ വഴി ആ 2 എണ്ണമാണ് ബ്ലോക്കിനോട് ഞാൻ ആവശ്യപ്പെട്ടത്. അത് തരികയാണെങ്കിൽ ഞങ്ങളെ സ്ഥാനാർത്ഥിത്വം എന്താക്കണമെന്ന് ഈ നാട്ടുകാർ പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പിന്നെ കീവറമ്പ് പഞ്ചായത്തിനോടാണ് പറയാനുള്ളത്. നിങ്ങൾക്കറിയാലോ, കീവറമ്പ് അങ്ങാടിക്കാട് ഇറങ്ങുമ്പോൾ ഞാൻ ഇപ്പോൾ കീവറമ്പിൽ പ്രസംഗിച്ച് പോരുക. ഈ കേട്ട പോലെ ആരും ഉണ്ടെങ്കിൽ ആ പറഞ്ഞ തന്നെ ഇവിടെ പറയാം. ഒരിക്കൽ ഞങ്ങളെ പറയാക്കാൻ പറ്റുക. ആ നായ്കളറിയാലോ, ആ നായ്കളും പട്ടികളും ഒക്കെ അവിടെ അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റുക. സുബൈക്ക് ഒരു കുട്ടിക്ക് മദ്രസക്ക് പോകാൻ പറ്റുക. അങ്ങനത്തെ ആൾക്കാരെ ഒന്ന് കുറക്കുക. കൊല്ലണമെന്ന് ഞാൻ പറയില്ല. ഇവിടെ ആട് ഫാം വേറെ, ചേരി ഫാം വേറെ. അവിടെ കൊണ്ട് അത് പരിപാലിച്ചിട്ട് ഇപ്പം അടിച്ചു തരാൻ കീറുമ്പോൾ പഞ്ചായത്തിലൊരാളെ വെച്ചിരുന്നു. അതുകൊണ്ട് 35,000 റുപ്യാണ് ഹോസ്പിറ്റലിനെ വിശദീകരിച്ച് തരാം. ഹോസ്പിറ്റലിൻ്റെ ആൾക്ക് വാടക കൊടുക്കേണ്ടി വരും. ഞങ്ങളത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അതിന് തയ്യാറാതെ പുലികാർക്കും വേണ്ടി ഇവിടെയുള്ള ചില പാർട്ടി നേതാക്കന്മാർ ഒത്താശ ചെയ്തിട്ട് 35,000 റുപ്യ കീവറമ്പ് പഞ്ചായത്തിൻ്റെ വാടക കൊടുക്കുക. അപ്പം അത് കീവറമ്പ് പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തതാണ്, ഫ്രീ ആയിട്ട് കൊടുക്കാറ്. അത് അംഗീകരിക്കാതെ പുനിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഈ നേതാക്കന്മാരെ ഒപ്പം നടന്നിട്ട് നിങ്ങളെ വോട്ട് പാഴാക്കരുതെന്നാണ് പറയുള്ളത്. പിന്നെന്ത് ഓരോരുത്തർ ഞങ്ങൾ അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, മറ്റതാക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹമാണ്. അതിനൊന്നും പേടിച്ച് നിങ്ങൾ വോട്ട് ചെയ്യാൻ കണ്ട. എവനാ നല്ല സ്ഥാനാർത്ഥിച്ചെങ്കിൽ അവന് വോട്ട് ചെയ്യാം. ഇവിടെ ആ ലയിച്ചതാ കത്തിന് ഒരു 2 മാസമായിട്ടുള്ളൂ ഇപ്പോൾ കരാറ് വെച്ചിട്ട്. ഇപ്പോൾ കത്തില്ല. അതൊന്ന് നന്നാക്കുക. ഈ നായ്കൾ ശല്യം ഇതാക്കുക. പിന്നെ മുറിഞ്ഞാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, പൂട്ടിട്ടതാ ചങ്ങലിട്ടിട്ട് ക്യാമറ വെച്ചിട്ട് പൂട്ടിട്ടതാ. ഒരു നാടിൻ്റെ വികസനം ഒരേക്കെതിരിൽ വോട്ട് ചെയ്യുക. ആരായാലും അത് നിങ്ങളെ ഇഷ്ടം. പിന്നെ ഭീഷണി ഏഷണി. പിന്നെ സൗക്കത്താ പിന്നിൽ എന്ന് പറയണ്ട. പിന്നിലല്ല, സൗക്കത്ത് മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ഇപ്പം വന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല, എൻ്റെ മൈക്ക് കൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ച് തന്നെ ഇവിടെ ഇട്ടത് മൈക്ക് തരുമ്പോൾ അങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടിയൊക്കെ തുറന്ന് പറയാൻ കഴിയുന്നത്. കാരണം ഇത് കള്ളതരല്ല, നാട്ടിനും വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലാതെ യാതൊരു സ്വാർത്ഥ താല്പര്യമോ ഇന്നാൾ ജയിക്കണം ഇന്നാൾ തോൽക്കണം പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് പഞ്ചായത്ത് ചെയ്യാം. ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഞങ്ങൾ റോഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ മറ്റേതുണ്ടാക്കിന് എന്തെങ്കിലും ഒരു സംഗതി 50 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പള്ളിപറമ്പ് മുഹമ്മദ് ഹാജി നിന്നപ്പോൾ കുഞ്ഞിന്ന് ഇങ്ങോട്ട് ഇതിലാണ് പ്രകടനം പോവുക സയ്യാക്കൻ്റെ നേതൃത്വത്തിൽ. പള്ളിപറമ്പൻ പൂമോനല്ലേ, മുഹമ്മദ് ഹാജിക്ക് നന്മകളില്ലേ, മുഹമ്മദ് ഹാജി നല്ലവനല്ലേ, ആ മുദ്രാവാക്യത്തിൽ കൂടിയവനാ. അന്ന് മുതൽക്ക് കീവറമ്പിന് എന്തെങ്കിലും ഒന്ന് പുലികാർ ചെന്നിണെങ്കിൽ ഈ റോഡ് പാലൊക്കെ കൂട്ടരുത്. റോഡും പാലും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തും ഒക്കെ അവിടെ തരുന്നതാണ്. അതിന് ഞങ്ങൾ തന്നതാണെന്ന് പറഞ്ഞാട്ട് നടന്നിട്ട് ഇനിയും ഈ റോഡും പാലും എല്ലാം മാറ്റിയത് ജനങ്ങൾക്കൊരു തൊഴിൽ, ജനങ്ങൾക്കൊരു നന്മ, ജനങ്ങൾക്കൊരു പാർപ്പിടം, ഇതൊക്കെ കൊടുക്കേണ്ടി. വെള്ളം ഞങ്ങൾ ഒന്നാമത് നിൽക്കാൻ കാരണം 92 ആൾ
ഈ 13-ാം വാർഡിലും പഴയ 14-ാം വാർഡിലും കൂടി പിന്നെ കുടിക്കണ വെള്ളമുണ്ട്. ആ വെള്ളത്തിന് 3 ലക്ഷം റുപ്യ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ട് ഇവിടുത്തെ നേതാക്കന്മാർ വിളിച്ച് പറയാം കൊടുക്കണ്ട. ആ ഓല് രണ്ടാളും അതിൻ്റെ നേതാക്കന്മാർ അങ്ങനെയല്ല പറയേണ്ടി, ആര് മുന്നിൽ നിൽക്കണമെന്നല്ല, ഓൻ്റെ കാര്യങ്ങൾ CDOക്ക് മുന്നിൽ അതുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കണ്ട, അവനെ ആസ്വദിച്ച് തന്നില്ല, ഒന്നും തന്നില്ല. അതല്ല CDOക്ക് അതല്ല ഇവിടെ വിഷയം. അല്ലെങ്കിൽ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ബീരാൻകുട്ടിയോ പിന്നെ PTO അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഓല് പറഞ്ഞത് എന്താണെന്നുള്ളത് അത് അംഗീകരിക്കുക. ഇങ്ങോട്ട് അതിന് ഇത് ഓനായാൽ കൊടുക്കണ്ട. ഇങ്ങോട്ട് ഈ കുട്ടി നീർത്തലാവിലെ കുന്നത്തും കടപ്പറമ്പിലെ കുന്നത്തും ഈ കുന്നത്തുള്ള വെള്ളം മുടക്കി